So hello everyone, my name is Ambarish. Hi everybody, it's me Dora and welcome to our YouTube channel. So നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൻ പുറത്തും അല്ലെങ്കിൽ മുത്തശ്ശി കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവില്ലേ, നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു പോയ പല കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയ വശമുണ്ടോ, അതിൻ്റെ പുറകിലെ സയൻറ്റിഫിക് ഫാക്ട്സ് പരതിയിട്ടുള്ളൊരു യാത്രയാണിത് അല്ല അംബരീഷ്? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 51H, അതായത് സയൻറ്റിഫിക് ടെമ്പർ, റീഫോംസ്, സയൻസ് സ്പ്രെഡ് ചെയ്യുക, ഇതൊക്കെ ഓരോ പൗരൻ്റെയും ചുമതലയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ ആൾക്കാർ എന്തുകൊണ്ടോ നമുക്കറിയില്ല, അത് ചെയ്യുന്നില്ല. സോ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ, അതായത് ഓരോ മിത്സിൻ്റെയും ബാക്കിൽ ഒക്കെ അത് ഫാക്റ്റ് ആണോ, അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്യുക. സോ അത് ആ മിത്ത് ബസ്റ്റ് ചെയ്യുക, അതിൻ്റെ പിന്നിലെ സയൻസ് ആക്ച്വലി എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സാധനം എന്താണെന്ന് പറയുക. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ചാനലിലെ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നായിട്ട് കുറച്ച് എന്താ പറയുക, അതെ, പലവിധ സബ്ജക്റ്റുകളെ കുറിച്ച് നമ്മൾ എന്തായാലും സംസാരിക്കും. അതിൻ്റെ അകത്ത് മതം കടന്നു വരാം, പല സബ്ജക്റ്റുകളും കടന്നു വരാം. സോ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യനെ സെപ്പറേറ്റും ആൻഡ് ആശയങ്ങളെ രണ്ടായിട്ട് കാണാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ആരെയും പെർട്ടിക്കുലർലി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളല്ല, ആരെയും എയിം ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മൾ പറഞ്ഞു പോകുന്ന സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്ന്, അതിന്റെ പുറകിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സോ അതാണ്. നമുക്ക് പതിയെ നമുക്ക് അത് ഓരോ സബ്ജക്റ്റ് ആയിട്ട് ചർച്ച ചെയ്തിട്ട് വരാം അല്ലേ ഡോറ? അതെ അതെ അതെ, കാരണം നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്ത്, ആൻഡ് ഇത് കൾച്ചറലി വളരെ റിച്ച് ആയതുകൊണ്ടും റിലീജിയസ്ലി ഒക്കെ വളരെ റിച്ച് ആയതുകൊണ്ട് പലതരം മിത്തുകളാണല്ലേ നമ്മൾ ചെറുപ്പത്തിൽ മുതൽ. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും പതിഞ്ഞു പോയൊരു കാര്യമാണ് അരണ കടിച്ചാൽ ഉടൻ മരണം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനത്തെ പല കാര്യങ്ങളും. അതായത് നമുക്ക് ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ആൾക്കാർക്ക് അറിയില്ല. ചിലപ്പോൾ ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ല മേ ബി അതിന്റെ പുറകിൽ ഒരു സത്യം ഉണ്ടാവും. നമുക്ക് അതാണ് തേടിപ്പോകുന്നത്. സോ അതെ, ഈ ഒരു ചാനലിന്റെ ഒരു ഉദ്ദേശം അതാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുവാണെങ്കിൽ സോ വി ആർ സോ ഹാപ്പി. സോ നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.